എല്ലാവരും ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് ഇതിൻ്റെ റേഡിയേറ്റർ പിറകിലെന്നുള്ളത്. സോ ഇതാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് മൗണ്ട് ചെയ്തിട്ടുള്ളത് റേഡിയേറ്റർ ഇവിടെയാണ്. ഇതാണ് ഈ വണ്ടിയുടെ റേഡിയേറ്റർ. ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി കാരണം വെച്ചാൽ ഈ ഡ്രിഫ്റ്റിൻ്റെ വണ്ടി ഒരിക്കലും സ്ട്രെയിറ്റ് അല്ല പോകുന്നത്, എപ്പോഴും വളഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് ഒരു 75 ഓർ 25 ഡിഗ്രി ആംഗിളായി വണ്ടി അധികം പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ എയർ കിട്ടില്ല. കാരണം ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടായിട്ട് വരിക. അതായത് സാധാരണ വണ്ടിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ്, പക്ഷേ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഇതാണ്. ഇത്ര ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ വണ്ടിയുടെ എയർ എന്താവും, ഇതിലേക്ക് പാസ് ചെയ്ത് പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ പിറകിൽ റേഡിയേറ്റർ ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷൗഡ് കൊടുക്കുന്നുള്ളത് ഈ എയർ നേരെ ഇതിലെ കൂടി പാസ്സാകാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയാണ് ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എയർ ഇറങ്ങിയിട്ട് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ഭാഗത്തേക്ക് കൂടിയിട്ട് എയർ ഇങ്ങനെ വന്നിട്ട് ഈ റേഡിയേറ്റർ വഴി കടന്നിട്ട് പോകും. അതുകൊണ്ടാണ് പിറകിൽ ഡ്രിഫ്റ്റ് വണ്ടിയുടെ റേഡിയേറ്റർ എപ്പോഴും പിറകിലുള്ളത്. പിന്നെ വേറൊരുതുള്ളത്, ഇതിൽ എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വണ്ടിക്ക് തീ പിടിക്കാം, ആക്സിഡൻ്റ് ആവാം. സോ ഡ്രൈവറുടെ സേഫ്റ്റി എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഫയർ വാളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ഗ്ലാസ് ബ്രേക്കുകളാണ്.